റേഡിയോ എറൗണ്ട് ദ വേൾഡ്, ലോക റേഡിയോ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ലോകമെമ്പാടുമുള്ള റേഡിയോയിലെ വൈവിധ്യമാർന്ന ബിസിനസ് മോഡലുകളെയും സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ വലുതും ചെറുതുമായ കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും സ്വതന്ത്ര സ്വഭാവത്തെയും അതിന്റെ ഓൺ എയർ വ്യക്തിത്വങ്ങളുടെ വൈചിത്രങ്ങളെയും അംഗീകരിക്കുന്ന ഒരു ദിനമാണ് ലോക റേഡിയോ ദിനം. അതായത് ഇന്ന് ഫെബ്രുവരി 13. ഈ ലോക റേഡിയോ ദിനത്തിൽ നമ്മളോടൊപ്പം ചേരുന്നു ആകാശവാണിയുടെ ശ്രോതാക്കളും ഒപ്പം റേഡിയോ രംഗത്തെ സജീവ പ്രവർത്തകരും. അപ്പോൾ നമുക്ക് പോകാം ആദ്യം സിംഗപ്പൂരിലേക്ക്. സിംഗപ്പൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു AS മധുകുമാർ. നാൻയാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസറാണ് AS മധുകുമാർ. സിംഗപ്പൂരിന്റെ റേഡിയോ ലോകത്തേക്ക് സ്വാഗതം. സിംഗപ്പൂർ റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നത് 1936 ആദ്യകാലങ്ങളിൽ റേഡിയോ പ്രധാനമായും BBC ശൈലിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. 1960-കളിൽ സിംഗപ്പൂർ ടെലിവിഷൻ കൗൺസിൽ റേഡിയോ നിയന്ത്രണങ്ങൾക്ക് നേതൃത്വം നൽകി. 1990-കളിൽ സ്വകാര്യ റേഡിയോ സ്റ്റേഷനുകൾ സിംഗപ്പൂർ എത്തുകയായിരുന്നു. ഇപ്പോൾ ഇൻഫോകോം മീഡിയ ഡെവലപ്മെന്റ് അതോറിറ്റി അല്ലെങ്കിൽ IMDA റേഡിയോ പ്രക്ഷേപണത്തിന് ലൈസൻസ് നിയന്ത്രിക്കുന്നു. സിംഗപ്പൂരിൽ എല്ലാ റേഡിയോ സ്റ്റേഷനുകൾക്കും IMDA വഴിക്ക് ലൈസൻസ് എടുക്കണം. ഇത് ഉത്തമമായ പ്രോഗ്രാമുകളുടെ ഉള്ളടക്കം ഉറപ്പാക്കുന്നു. റേഡിയോയുടെ പ്രധാന വരുമാന സ്രോതസ്സാണ് പരസ്യം. എന്നാൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ വളർച്ച, ഓൺലൈൻ സ്ട്രീമിംഗ്, മൊബൈൽ ആപ്പുകൾ തുടങ്ങിയവ വളരെയധികം അധിക വരുമാനം സൃഷ്ടിക്കുന്നുണ്ട്. സിംഗപ്പൂരിൽ റേഡിയോ പ്രോഗ്രാമുകൾ വളരെ വൈവിധ്യമാർന്നതാണ്. മലയാളി സമൂഹത്തിന് ഒട്ടേറെ താല്പര്യമുള്ള റേഡിയോ പരിപാടികൾ സിംഗപ്പൂർ റേഡിയോയിലുണ്ട്. നാടൻ ഗാനം, സിനിമയിടങ്ങളിലൂടെ പോലെയുള്ള പ്രോഗ്രാമുകൾ ഏറെ ജനപ്രിയമാണ്. അതുപോലെ സിംഗപ്പൂർ സ്റ്റോറി, നിങ്ങളുടെ ദിനം പോലുള്ള വാർത്താ പരിപാടികളും ഹിറ്റ് മീറ്റപ്പ്, റേഡിയോ ഗോൾഡ് പോലെയുള്ള സംഗീത പരിപാടികളും നല്ല അനുഭവം നൽകുന്നു. മലയാളത്തിന് പുറമെ ഒട്ടനവധി ഭാഷകളിൽ സിംഗപ്പൂരിൽ റേഡിയോ ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മലയാളം, ചൈനീസ്, തമിഴ്, ഇംഗ്ലീഷ് തുടങ്ങിയ വിവിധ ഭാഷകളിൽ ഒട്ടേറെ ചാനലുകൾ ഇവിടെയുണ്ട്. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ 98.7 FM, ക്ലാസ് 95 FM, കിസ് 92, വാർണർ മ്യൂസിക് സിംഗപ്പൂർ തുടങ്ങിയ ചാനലുകൾ ഒട്ടേറെ പ്രശംസ നേടിയെടുത്ത ചാനലുകളാണ്. സാങ്കേതിക തികവാർന്ന പുതിയ 3D സറൗണ്ട് സാങ്കേതിക വിദ്യകൾ ചേർന്ന ഓൺലൈൻ സ്ട്രീമിംഗ്, മൊബൈൽ ആപ്പുകൾ തുടങ്ങിയവ റേഡിയോ പ്രോഗ്രാമുകളെ വളരെ കൂടുതൽ ആകർഷകമാക്കുന്നു. സിംഗപ്പൂർ റേഡിയോ സാങ്കേതിക പുരോഗതികളിലൂടെയും സാമൂഹ്യ ആവശ്യകതകളുടെ അവലോകനത്തോടെ അതിന്റെ പ്രാധാന്യവും വളർച്ചയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ന്യൂസിലൻഡിലെ റേഡിയോ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ശശിത. ഞാനിവിടെ ന്യൂസിലാൻഡിൽ വെല്ലിംഗ്ടൺ എന്ന സ്ഥലത്ത് 12 വർഷത്തോളമായി താമസിക്കുന്നു. ന്യൂസിലാൻഡിന്റെ റേഡിയോ ചരിത്രം ആരംഭിക്കുന്നത് 1920 മുതൽ 1930 കാലഘട്ടത്തിലാണ്. ന്യൂസിലാൻഡിന്റെ ആദ്യത്തെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണം ചെയ്തത് 1921 നവംബർ 17 ഒട്ടാഗോ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ റോബർട്ട് ചാക്കിന്റെ നേതൃത്വത്തിലാണ്. പിന്നീടുള്ള ന്യൂസിലാൻഡിന്റെ ചരിത്രത്തിൽ റേഡിയോയ്ക്കുള്ള സ്ഥാനം ഒട്ടും ചെറുതല്ല. ഇന്നും ന്യൂസിലാൻഡിന്റെ ജനങ്ങൾ റേഡിയോ ഇഷ്ടപ്പെടാനുള്ള കാരണവും ഇതുതന്നെയാണ്. ജനങ്ങളിൽ നിരന്തരം പുതിയ അറിവുകൾ നൽകിയും അനുഭവ സമ്പത്തുകൾ പകർന്നും കാലാവസ്ഥ പ്രവചനങ്ങളിലൂടെയും ട്രാഫിക് അപ്ഡേഷനുകളിലൂടെയും ജനങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടേയിരുന്നു. പിന്നീട് പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റർടൈൻമെൻറ്റുകൾ കൂടി ചേർത്തപ്പോൾ ജനങ്ങളിലേക്ക് ഒന്നുകൂടി ചേർന്നു നിന്നു. ന്യൂസിലാൻഡിലെ പ്രധാന റേഡിയോ സ്റ്റേഷനുകൾ. ഇനി നമുക്ക് ശ്രദ്ധിക്കാം ഹോങ്കോങ്ങിൽ കമ്പ്യൂട്ടർ കൺസൾട്ടന്റായി ജോലി ചെയ്യുന്ന അനിൽകുമാറിന്റെ വാക്കുകൾ. ഹോങ്കോങ് റേഡിയോ സ്റ്റേഷൻ സംബന്ധിക്കുകയാണെങ്കിൽ ഹോങ്കോങ്ങിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റേഡിയോ സ്റ്റേഷനാണ് റേഡിയോ ടെലിവിഷൻ ഹോങ്കോങ്, RTHK. RTHKയുടെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ 4 ഘട്ടങ്ങളായിട്ടാണ് RTHKയുടെ ഹിസ്റ്ററി നമുക്ക് നോക്കിക്കാണേണ്ടത്. ആദ്യത്തെ ഘട്ടം ഏർലി ഇയേഴ്സ് 1920s ഫോം ചെയ്തത്. 1920s to 1940s. ആക്ച്വലി അതിന് അന്നത്തെ പേര് GOW എന്നായിരുന്നു. അത് 1928 ഫോം ചെയ്തത്. അതിനുശേഷം പോസ്റ്റ് വാർ എറയിൽ 1940s to 1960s അതിനെ റേഡിയോ ഹോങ്കോങ് RHK 1948 ആണ് പ്രക്ഷേപണം തുടങ്ങിയത്. അതിനുശേഷം കമേഴ്ഷ്യൽ റേഡിയോയുടെ സമയമായിരുന്നു. കമേഴ്ഷ്യൽ റേഡിയോ സമയം 1960s to 1980s. അത് റേഡിയോ ടെലിവിഷൻ ഹോങ്കോങ് RTHKയും കമേഴ്ഷ്യൽ റേഡിയോ ഹോങ്കോങ് CRHKയുമായിട്ട് 1960s ഓപ്പറേഷൻ തുടങ്ങി. അതിനുശേഷം മുഴുവൻ ഡിജിറ്റൽ എറയായിരുന്നു 1990s ടു ദ പ്രസന്റ് ടൈം.
ഇത് ഡിജിറ്റൽ ടെക്നോളജി, റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്, ഓൺലൈൻ സ്ട്രീമിംഗ്, ഡിജിറ്റൽ റേഡിയോ സർവീസസ് ഇതൊക്കെ വളരെയധികം പോപ്പുലറായിരുന്നു. ഇപ്പോൾ ഏകദേശം 4 പ്രോഗ്രാംസ് വളരെ പോപ്പുലറാണ്. RTSKയുടെ ഹോങ്കോങ് ടുഡേ, അത് കറണ്ട് അഫയേഴ്സും ന്യൂസും ഇഷ്യൂസും ഒക്കെ പ്രക്ഷേപണം ചെയ്യുന്നു. അടുത്തത് CRHKയുടെ 881 ലൈവ്, ഇതൊരു കാൻറ്റണീസ് ലോക്കൽ ലാംഗ്വേജ് പ്രോഗ്രാമാണ്. ഇതിൽ കൂടുതലും മ്യൂസിക്കും എൻ്റർടൈൻമെൻറ്റും ന്യൂസും ലൈഫ് സ്റ്റൈൽ ടോപ്പിക്സും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നു. US ഹൂസ്റ്റണിലെ ബീറ്റ്സ് FM 98.7 മിക്കിയാണ് ഇനി നമ്മളോടൊപ്പം ചേരുന്നത്. ഇപ്പം 98.7 എന്ന് പറഞ്ഞാൽ ആ ഫ്രീക്വൻസി എൻ്റെ സ്വന്തമല്ല, അത് മസാല റേഡിയോ എന്ന് പറഞ്ഞ ഒരു റേഡിയോ സ്വന്തമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ അവിടെ കുറച്ച് മണിക്കൂറുകളാണ് നമ്മൾ ചെയ്യുന്നത്, എസ്പെഷ്യലി സാറ്റർഡേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബീറ്റ്സ് എഫ്എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 14 to 15 RJമാർ നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ ഒരു വലിയ വിജയം എന്ന് പറഞ്ഞത്. അതോടൊപ്പം ഇതെങ്ങനെയാണെന്നുള്ള കാര്യം, ഫ്രീക്വൻസി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി എടുക്കുന്നത്. നമ്മുടെ പരിപാടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ പോഡ്കാസ്റ്റിംഗ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. പോഡ്കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു കോണ്ടന്റ് എടുത്തിട്ട് ആ കോണ്ടന്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ത്രൂ ഔട്ട് ഇന്നത്തെ ദിവസം ഷോ പോകുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, MT വാസുദേവൻ നായർ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കിട്ടുകൊണ്ടുള്ള ഒരു രീതി. അപ്പോൾ അതിനനുസരിച്ചുള്ള ഗസ്റ്റുകളെ ആയിരിക്കും നമ്മളന്ന് ക്ഷണിക്കുന്നത്. സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടും കവിതകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള, ലിറ്ററേച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളായിരിക്കും നമ്മുടെ ഗസ്റ്റ് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കും. അതോടൊപ്പം തന്നെ അതേ രീതിയിൽ തന്നെ നമ്മൾ ആ ഡേ ടു ഡേ ന്യൂസുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ 3 സെഷനായിട്ടായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, 1 മണിക്കൂർ ഷോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പോർട്സ്മാർ നമ്മുടെ ആ ദിവസങ്ങളിൽ നടന്ന അപ്ഡേറ്റ്സ്, ഏതെങ്കിലും അപ്ഡേറ്റ്സുകൾ പറയാനുണ്ടെങ്കിൽ ലോക്കൽ വാർത്ത, നാഷണൽ വാർത്ത, ഇൻ്റർനാഷണൽ വാർത്തയും ആ കൂടെ പലയിടത്തായിട്ട് ചേർത്ത് വിട്ടുപോകും. റേഡിയോ വിശേഷങ്ങളുമായി കാനഡയിൽ നിന്ന് അധ്യാപകനും എഴുത്തുകാരനുമായ ആഷർ മാത്യു. റേഡിയോ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും മാറ്റി നിർത്തുവാൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ. TVയും ഇൻ്റർനെറ്റും വിർച്വൽ റിയാലിറ്റിയുമൊക്കെ നമ്മുടെ ദൃശ്യാനുഭവങ്ങളെ വിസ്മയത്തുഞ്ചത്തെത്തിക്കുമ്പോഴും റേഡിയോയ്ക്ക് ഇപ്പോഴും ഏറെ ജനപ്രിയതയുണ്ട്. ഇവിടെ കാനഡയിലെ വളരെ തിരക്കേറിയ ജീവിതത്തിനിടയിലും അല്പസമയം റേഡിയോ കേൾക്കുവാൻ വേണ്ടി കണ്ടെത്തുന്ന വലിയൊരു വിഭാഗത്തെ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഫ്രീ ടൈം എന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ആഡംബരങ്ങളിൽ ഒന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവരും വളരെ തിരക്കേറിയ ഓട്ടത്തിലാണ് ഇവിടെ. എങ്കിൽ പോലും റെഡ് FM, മധുരഗീതം തുടങ്ങിയ മലയാളം FM ചാനലുകൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ചുരുക്കമെങ്കിലും കൃത്യമായി ആ ചാനലുകളെ ഫോളോ ചെയ്യുന്ന, ആ റേഡിയോ കേൾക്കുവാൻ സമയം കണ്ടെത്തുന്ന ഒരു സമൂഹത്തെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ചെറുപ്പത്തിൽ ആകാശവാണിയിലെ വാർത്തകളും നാടകങ്ങളും ചലച്ചിത്ര ശബ്ദരേഖകളും വയലും വീടും പൂന്തേനരുവി പോലുള്ള മനോഹരമായ പ്രോഗ്രാമുകളൊക്കെ വളരെ ആവേശത്തോടെ കാത്തിരുന്ന ഒരു തലമുറയുടെ, അല്ലെങ്കിൽ ആ ജനറേഷൻ്റെ റേഡിയോയിലുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ഡ്രൈവിങ്ങിനിടയിലാണ് റേഡിയോ ശ്രദ്ധിക്കുന്ന കൂടുതൽ ആളുകളെ കണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രത്തോളം കാനഡയിൽ ഇനിയും പുതിയ റേഡിയോകൾക്കും പ്രോഗ്രാമുകൾക്കും ഒരു സ്കോപ്പുണ്ട് എന്നത് ഒരു ചോദ്യചിഹ്നമാണെങ്കിലും ഒരിക്കലും ആ റേഡിയോ സംസ്കാരം മലയാളികൾ ഉള്ള കാലത്തോളം അത് അറ്റുപോകുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ റേഡിയോ സംസ്കാരം സൂചിപ്പിക്കുന്നത്. BBC സ്പോർട്സ് ജേർണലിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന അദ്വൈതാണ് ഇനി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. 2022 ഞാൻ UK പഠിക്കാൻ വരുന്നത്. അപ്പോഴാണ് മനസ്സിലായത്, നാട്ടിലൊരു OTT സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും മിക്കവാറും എല്ലാ മാച്ചസും നമുക്ക് കാണാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരുപാട് പ്ലാറ്റ്ഫോംസ് മന്ത്ലി ഒരു ഫീ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് ഒരുപാട് ചിലവുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പലരും അവരുടെ ഏറ്റവും ഫേവറേറ്റ് ടീംസ് കളിക്കുന്നത് TV പോലും കാണാൻ പറ്റാറില്ല. മിക്കവാറും ആളുകളും അതുകൊണ്ട് റേഡിയോനാണ് ആശ്രയിക്കാറ്. അപ്പോൾ സ്പോർട്സ് പ്രോഗ്രാംസ് വളരെ പോപ്പുലറുമാണ് ഇവിടെ. അതിപ്പോൾ ഫുട്ബോൾ ആണെങ്കിലും ശരി, ക്രിക്കറ്റ്, റഗ്ബി, ടെന്നീസ്, അങ്ങനെ ഏത് സ്പോർട്സ് ആയാലും വളരെ പോപ്പുലറാണ്. BBC തന്നെ നാഷൻ വൈഡ് ആയിട്ട് 12 റേഡിയോ സ്റ്റേഷൻസ് ആണ് ഉള്ളത്. അതിൽ 7 മ്യൂസിക്കിന് ഡെഡിക്കേറ്റഡ് ആണ്, 2 സ്പോർട്സ് മാത്രമാണ്. ഇവിടെയുള്ള സൗത്ത് ഏഷ്യൻ കമ്മ്യൂണിറ്റീനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് BBC ഏഷ്യൻ നെറ്റ്വർക്ക് എന്ന പേരിലുള്ള ഒരു സ്റ്റേഷൻ ഉണ്ട്.
പിന്നെ BBC വേൾഡ് സർവീസ്, ലോകമെമ്പാടും അവൈലബിൾ ആയിട്ടുള്ള ഒരു ന്യൂസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. കൂടാതെ തന്നെ ഇംഗ്ലണ്ടിലും വെയിൽസിലും സ്കോട്ട്ലൻഡിലും നോർത്തേൺ അയർലൻഡിലുമായിട്ട് 50ഓളം പ്രാദേശിക സ്റ്റേഷനുകളും BBC-ക്ക് ഉണ്ട്. ഇന്ത്യയും UK-യും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മാറ്റം എനിക്ക് തോന്നുന്നത് ആളുകൾ റേഡിയോ എങ്ങനെയാണ് കൺസ്യൂം ചെയ്യുന്നത് എന്നതിലാണ്. UK-യിൽ 90% ആളുകൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും റേഡിയോ കേൾക്കുന്നു എന്നാണ് കണക്ക്. അതായത് ഏകദേശം 5 കോടി ആളുകൾ. ഒറാക്കിളിന്റെ സീനിയർ ഡയറക്ടർ KV ശ്രീകുമാർ നമ്മളോടൊപ്പം ചേരുന്നു US-ലെ ന്യൂജേഴ്സിയിൽ നിന്ന്. ഇവിടെ മെയിനായിട്ട് റേഡിയോ എന്ന് പറയുന്നത് FM റേഡിയോ മാത്രമേ ഉള്ളൂ. FM-ന്റെ സംഗതി എന്താ വെച്ചെങ്കിൽ അതിന്റെ റേഞ്ച് കുറവായ കാരണം കൊണ്ട് ഓരോ റീജിയനിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഇപ്പോൾ FM റേഡിയോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിലൊരു 99% ആൾക്കാരും ഇത് കേൾക്കുന്നത് ഇവിടെ സാധാരണഗതിയിൽ കാലത്ത് നമ്മൾ ഓഫീസിൽ പോകുന്ന സമയത്ത് ടേക്സ് കുറച്ച് സമയമെടുക്കും ഓഫീസിലെത്താൻ വേണ്ടിയിട്ട്. ആ സമയങ്ങളിലാണ് മിക്കവാറും ആൾക്കാർ ഈ റേഡിയോ കേൾക്കുന്നത്. ഈ റേഡിയോ കേൾക്കുന്നത് FM റേഡിയോ ഉണ്ട്, പിന്നെ സാറ്റലൈറ്റ് റേഡിയോ ഉണ്ട്. സാറ്റലൈറ്റ് റേഡിയോ ബേസിക്കലി ഇറ്റ്സ് എ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ അതിന് നമ്മൾ സിറസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില മാധ്യമങ്ങൾ കൂടെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഫോണിൽ കൂടെ കണക്ട് ചെയ്ത് അത് കാറിൻ്റെ ഓഡിയോയിൽ കേൾക്കാൻ പറ്റും. പിന്നെ പല ടൈപ്പ് ഈ FM റേഡിയോ പോഡ്കാസ്റ്റ് ചെയ്യുന്ന സ്റ്റേഷൻസ് ഉണ്ട്. ചില ആൾക്കാർ രാഷ്ട്രീയമായിട്ടുള്ള അതിനെ പറ്റി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ വളരെ ഹ്യൂമറസ് ആയിട്ട് സംസാരിക്കുന്ന പ്രാങ്ക് കോൾ ചെയ്യുന്നതും അതിനെ പറ്റിയിട്ടുള്ള സംഗതിയും, വെതർ, ട്രാഫിക്, നമ്മുടെ ഹെൽത്തിനെ പറ്റിയിട്ട്, ഇങ്ങനെയുള്ള പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസിലുള്ള FM റേഡിയോ സ്റ്റേഷൻസ് ആണ് ഞാൻ ഇവിടെ കണ്ടുവന്നിട്ടുള്ളത്. സോ അങ്ങനെയാണ് മൊത്തത്തിൽ ഇവിടുത്തെ ഒരു റേഡിയോ നടക്കുന്നത്. ഓൾ ഇന്ത്യ റേഡിയോന്റെ പ്രീ ഡിഫൈൻ സമയത്ത് ഇന്ന സംഗതികൾ വരും, അങ്ങനത്തെ ഉള്ള ലിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഓഫീസിൽ എത്തുന്നവരെ ഈ റേഡിയോകൾ കേൾക്കുന്നതും സംഗതി ചെയ്യുന്നു. ഇനി നമ്മളോടൊപ്പം ചേരുന്നത് നൈജീരിയയിൽ നിന്ന് ശരണ്യ. ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് പറഞ്ഞ് നമ്മൾ മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എനിക്ക് ആകാശവാണി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ന്യൂസ് ഓൺ എയറിൽ ആകാശവാണി കേൾക്കാറുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലെ ആകാശവാണി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്റർടൈൻമെന്റ് എന്നതിനപ്പുറം വിജ്ഞാനാധിഷ്ഠിതമായിട്ടുള്ള കുറെ പരിപാടികളുണ്ട്. കുട്ടികൾക്കായിട്ട് സംഗീതത്തിന് ആസ്പദമാക്കി അങ്ങനെ ഒരു പല തരത്തിലുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. ഡെയിലി ലൈഫിലേക്ക് ആവശ്യമുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയൊക്കെയായിരുന്നു. നൈജീരിയയിൽ വന്നപ്പോൾ എല്ലാവർക്കും ഇവിടെയൊക്കെ അത് ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് എന്നതിനപ്പുറം ഒന്നുമില്ല. റേഡിയോ എന്ന് പറയുന്നത് അങ്ങനെ എന്റർടൈൻമെന്റിനുള്ള ഒരു ഉപാധി മാത്രമാണ്. വാസോബിയ FM, റേ പവർ FM, കൂൾ FM, ഫ്രഷ് FM, അങ്ങനെ ഇതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട റേഡിയോ ചാനലുകളാണ്. ഇവിടെയൊക്കെ ആളുകൾ ഈ ചാനലുകളൊക്കെ പ്രധാനമായിട്ടും വാഹനയാത്രകളിൽ മാത്രമാണ് ഈ റേഡിയോ കേൾക്കുന്നതൊക്കെ. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ, പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലൊക്കെ പണ്ടൊക്കെ ക്ലോക്ക് പോലും നോക്കേണ്ടി ഒരാവശ്യം വന്നിരുന്നില്ല. കാരണം പരിപാടി കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇത്ര സമയമായി, ഇന്ന സമയമാണ് എന്നുള്ളത് അറിയാമായിരുന്നു. കാരണം അത്രമേൽ നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഒരു ഭാഗമായിരുന്നു ഈ റേഡിയോ പ്രോഗ്രാമുകൾ. അപ്പൊ വീട്ടിലുള്ളവർക്കൊക്കെ തന്നെയും റേഡിയോ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ജോലികൾക്കിടയിൽ അവർക്കത് കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എല്ലാ പ്രോഗ്രാമുകളിലൂടെയും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നിരുന്നു. ഒരുപാട് പേരുടെ ഒരു നൊസ്റ്റാൾജിയാണ് ഈ ആകാശവാണി റേഡിയോ കേൾക്കുക എന്നുള്ളതൊക്കെ. ഇപ്പോഴും പല വീടുകളിലും അത് തുടർന്നു പോകുന്ന ആളുകളുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളൊക്കെ പലരും പല സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടുന്നതിൻ്റെതായിട്ട് നമുക്കൊന്നും പലപ്പോഴും അതൊന്നും സാധിക്കാറില്ല. പക്ഷെ എപ്പോഴും നമ്മുടെ ഒരു നൊസ്റ്റാൾജിയുടെ ഭാഗമാണ് ഈ ആകാശവാണി റേഡിയോ കേൾക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് റേഡിയോ. നമ്മളൊരു TV ചാനൽ കാണുന്നത് പോലെയോ സീരിയലുകൾ കാണുന്നത് പോലെയോ സിനിമ കാണുന്ന പോലെയോ ഒന്നും അല്ലല്ലോ. ഈ റേഡിയോ കേൾക്കുക എന്ന് പറയുന്നത് വേറെ ഒരു ഫീൽ ഉള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ പലരും ഇത് കേട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ നൊസ്റ്റാൾജിയുടെ ഭാഗമാകാൻ പോകുന്ന ഒരു കാര്യം കൂടി ആയിരിക്കാം ഇത്. ഇനി ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്നും IT കൺസൾട്ടന്റായ എബ്രഹാം തോമസിന്റെ റേഡിയോ വിശേഷങ്ങൾ കേട്ടാലോ. റേഡിയോ ഓസ്ട്രേലിയയിൽ ആദ്യം തുടങ്ങിയത് 1923 പോപ്പുലർ റേഡിയോ സ്റ്റേഷൻസ് ഓസ്ട്രേലിയയിൽ ഉള്ളത് ABC FM, Today FM, Smooth FM, Triple J, Triple M, 2GB, Kiss FM, SBS. പൊതുവെ അവരുടെ വരുമാനം കിട്ടുന്നത് ലൈസൻസിങ്ങും അഡ്വർടൈസ്മെൻറ്റ്സ് കൂടുതലാണ്. FM സ്റ്റീരിയോ സിസ്റ്റം റേഡിയോസിൽ കൂടെയും കാറിൻ്റെ ഓഡിയോ സിസ്റ്റത്തിൽ കൂടുതലാണ് പൊതുവെ ആൾക്കാർ പാട്ടും ന്യൂസും കേൾക്കാറുള്ളത്. സ്മാർട്ട് ഡിവൈസസ് അത് പറഞ്ഞ പോലെ
ഗൂഗിൾ പ്ലേ, അലക്സ അങ്ങനെ ഡിവൈസസിൽ കൂടെ വീട്ടിൽ നിന്നും ആൾക്കാർ ന്യൂസ് കേൾക്കാറുണ്ട്. അതുകൂടാതെ ജോലിയിലിരിക്കുമ്പോൾ അവരുടെ FM റേഡിയോ സ്റ്റേഷൻസും മ്യൂസിക് സിസ്റ്റം കേൾക്കാറുമുണ്ട്. ജർമ്മനിയുടെ റേഡിയോ ചിത്രം നൽകുന്നു അഡിഡാസ് സീനിയർ മാനേജറായ ശ്യാം മുരളി. ജർമ്മൻ റേഡിയോയുടെ ചരിത്രം 1923 ആരംഭിക്കുന്നത്. 29 ഒക്ടോബർ 1923 കൃത്യം 8 മണിക്ക് ബെർലിനിൽ നിന്നായിരുന്നു ആദ്യത്തെ ജർമ്മൻ റേഡിയോ ബ്രോഡ്കാസ്റ്റ്. ഇന്ന് ജർമ്മനിയിൽ 500-ൽ പരം റേഡിയോ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പബ്ലിക് റേഡിയോയും പ്രൈവറ്റ് സ്റ്റേഷനുകളും ഉൾപ്പെടും. ജർമ്മനിയിൽ എല്ലാവരും റേഡിയോ അഥവാ TV ടാക്സ് കൊടുക്കണം. ഇത് ഏകദേശം ഒരു മാസം 19 യൂറോ അഥവാ 1900 രൂപയോളമാണ്. റേഡിയോ ടാക്സ് ആണ് ജർമ്മൻ പബ്ലിക് റേഡിയോ സ്റ്റേഷനുകളുടെ ലൈഫ് ലൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജർമ്മൻ റേഡിയോയുടെ ചരിത്രം വളരെ രസകരവും അതേസമയം വിചിത്രവുമാണ്. 1930-കളിൽ വൈമാർ റിപ്പബ്ലിക്കിന്റെ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധികൾ മറക്കാനായി റേഡിയോ ജനതയെ സഹായിച്ചു. നാസികൾ അധികാരമേറ്റെടുത്തപ്പോൾ റേഡിയോ ഒരു പ്രൊപ്പഗൻഡ മെഷീനായി മാറി. എന്നാൽ ഇന്ന് ജർമ്മൻ റേഡിയോ 100-ലധികം വർഷം പിന്നിടുകയാണ്. 500 പ്രേക്ഷകരിൽ നിന്നും 1923 തുടങ്ങിയ ജർമ്മൻ റേഡിയോയ്ക്ക് ഇന്ന് ഏകദേശം 3 കോടിയിൽ അധികം പ്രേക്ഷകരുണ്ട്. കഴിഞ്ഞ 5-10 വർഷങ്ങളിൽ സ്പോട്ടിഫൈ പോലെയുള്ള സ്ട്രീമിംഗ് സർവീസുകൾ വന്നതിന് ശേഷം ജർമ്മൻ റേഡിയോയിലൂടെ സംഗീതം കേൾക്കുന്നവർ കുറയുകയുണ്ടായി. എന്നാൽ ഇന്നും ഒരു സാധാരണ ജർമ്മൻ പൗരൻ ഓഫീസിലേക്ക് പോകുന്ന വഴി കാറിൽ ലോക്കൽ റേഡിയോയിലൂടെ സംഗീതവും ട്രാഫിക് വിവരണങ്ങളും പോഡ്കാസ്റ്റുകളും അഥവാ ഡോക്യുമെന്ററികളും കേൾക്കുന്നത് പതിവാണ്. സൗ പൗലോയിൽ നിന്ന് ആചാര്യ സ്റ്റിഗ്നാനന്ദയ്ക്കും പങ്കുവയ്ക്കാനുള്ളത് ബ്രസീലിലെ റേഡിയോയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ്. ബ്രസീലിലെ റേഡിയോ ചരിത്രത്തെ കൂടി പ്രതിപാദിക്കുന്ന അദ്ദേഹം ഈ മാധ്യമം ജനജീവിതത്തിന്റെ ഭാഗവാക്കാണെന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. സംഗീതം, നാടകം, ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കായിക പരിപാടികൾ അവർ ആസ്വദിക്കാറുണ്ടെന്നും പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിലെ Well, I've been asked to say a few words about radio, its popularity and its influence in Brazil. For over 100 years, radio has played an important role in the daily life of Brazil, helping to forge important characteristics of the national cultural identity, popular music, radio soap operas, and passion for soccer. Over 100 years ago, one gentleman called Edgar Rocket Pinto founded Radio Society of Rio de Janeiro, and he is considered the first Brazilian broadcaster. Currently, there are about 1,400 AM and 6,800 FM radio stations in Brazil. Broadcasting is regulated by an agency called Anatel, which is an abbreviated form of Agência Nacional de Telecomunicações. Almost about 80% of Brazilians listen to radio, listening to the popular music, sports, dramas, and above all, national passion, that is football. Local radio stations are also an important part of daily life in small cities, maintaining listening habits across generations. Although underestimated, radio is an amazing invisible portable medium. It is a part of people's everyday life in their cars and their portable radios, on their cell phones, on the internet, and on their computers. Geographical area is very huge in Brazil, and radio still plays a very big role connecting various communities living in far-flung areas, especially during emergencies and smaller communities. Not very long ago, there was floods in the southern part of Brazil in a state called Rio Grande do Sul, and it caused a lot of havoc and devastation in this entire state. Brazil's public broadcasting company called EBC played a very vital role reuniting people and providing access to basic services after power outages and loss of internet signals. Many stations offer 24/7 content including music, talk shows, local news and global events. There are also internet radio companies that are growing fast and dynamic with a wide range of options for the listeners. നമുക്കറിയാം, കാഴ്ച പരിമിതരുടെ സന്തത സഹചാരിയാണ് റേഡിയോ. ഏകാന്തതയിലെ നേർത്ത മനുഷ്യ ശബ്ദം. കാണാതെ, മിണ്ടാതെ,
അറിയാതെ പരസ്പരം ഇഷ്ടപ്പെടാനാവുമെന്ന് മനുഷ്യനെ പഠിപ്പിച്ച ആധുനിക വിനിമയോപാധി. അതുകൊണ്ട് തന്നെ ഈ ശ്രവ്യമാധ്യമം കാലാനുവർത്തിയാണ്. ഇതുവരെ നാം കേട്ട ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ പ്രതികരണവും തെളിയിക്കുന്നത് അത് തന്നെയാണ്. ശബ്ദത്താൽ മായാജാലം സൃഷ്ടിക്കുന്ന ഈ മാധ്യമത്തെ സ്നേഹിക്കുന്ന ഏവർക്കും ആകാശവാണിയുടെ റേഡിയോ ദിനാശംസകൾ. റേഡിയോ എറൗണ്ട് ദി വേൾഡ് ലോക റേഡിയോ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണം സെവിൽ ജിഹാൻ, റൂബി ബാബു. നിർവഹണ സഹായം സജികുമാർ പോത്തൻകോട്, സന്ധ്യ വേറ്റിനാട്.